ഗുഡ് മോർണിംഗ്. 2026 ജൂലൈ 20 ജോയിച്ചൻ കിഴക്കേത്തോട്ടത്തിൻ്റെ സ്വന്തം തോട്ടത്തിലുള്ള റംബുട്ടാൻ്റെ ഹാർവെസ്റ്റിംഗ് ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലെ പ്രധാന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ് തരുന്നതാണ്. റംബുട്ടാൻ ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള സമയത്താണ് എല്ലാ വർഷവും പൂക്കാറുള്ളത്. 6 മാസത്തെ മൂപ്പുള്ള റംബുട്ടാന് ജൂൺ മാസം അല്ലെങ്കിൽ ജൂലൈ മാസത്തോടെ മൂക്കുകയും അതിന് മുമ്പായിട്ട് വലയിടുകയും ചെയ്യാറുണ്ട്. ചെറിയ മരങ്ങളിൽ നല്ല ഭാരം കുറഞ്ഞ ആൾക്കാർ നേരെ കയറി നിന്ന് കൈകൊണ്ട് പറിച്ച് താഴേക്ക് വിരിച്ചിരിക്കുന്ന വലയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. താഴെ ഇരുന്ന ഒരാൾ അത് തരം തിരിച്ച് ഒരുക്കി പെട്ടികളിലാക്കും. നമ്മുടെ നാട്ടിലെ കൂടുതലും തമിഴരാണ് വന്ന് ഈ ജോലി ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ വടക്കേ ഇന്ത്യക്കാരെയും കാണാറുണ്ട്. മറ്റൊരു മാർഗം തോട്ടി ഉപയോഗിച്ച് കുലകൾ അടർത്തി പറിച്ചെടുക്കുക എന്നുള്ളതാണ്. അതും നല്ല ഒരു മാർഗം തന്നെയാണ്. പിന്നെ മൂന്നാമതൊരു മാർഗമുള്ളത് കത്രിക പോലെയുള്ള പ്രൂണർ വെച്ച് കട്ട് ചെയ്ത് കൊല താഴെ ഇടുക എന്നുള്ളതാണ്. മാസത്തിൽ ഇട്ട വല ജൂലൈ 15 നല്ലപോലെ ഇതിനുള്ളിലെ പഴം പഴുക്കുകയും ആ സമയത്ത് ഇതിനെ നമുക്ക് പറിച്ച് മാർക്കറ്റിലെത്തിക്കുകയും ചെയ്യാം. വല ഇടുന്നിട്ടില്ലെങ്കിൽ പക്ഷികളുടെയും അണ്ണാൻ മുതലായവയുടെയും ശല്യം അവർ വന്ന് ഭക്ഷിക്കുകയും നമുക്ക് ഇതിൻ്റെ ഫലം ലഭിക്കാതെ വരികയും ചെയ്യും. ഏതാണ്ട് 15 അടി പൊക്കം ഉള്ള മരം ആണെങ്കിൽ അതിനെ കവർ ചെയ്ത് നിലം മുട്ടി അണ്ണാൻ കയറാത്ത രീതിയിൽ വലയിടേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ അവർ നിലത്തോടെ വന്ന് മരത്തെ കയറി റംബുട്ടാൻ ഭക്ഷിക്കും. അതുപോലെ വലയിൽ എന്തെങ്കിലും തുളയോ മറ്റോ ഉണ്ടെങ്കിൽ പക്ഷികൾ അതിനുള്ളിൽ കയറി ഭക്ഷിക്കുകയും ചെയ്യും. ഒരാൾ തനിയെ വല വലിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ജോയിച്ചൻ തന്നെ ഇവിടെ നിന്ന് ഒരു മരത്തിൻ്റെ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 പേര് 2 സൈഡിൽ നിന്ന് വലിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് വല നമുക്ക് മാറ്റി എടുക്കാൻ സാധിക്കും. വല വലിക്കുമ്പോൾ അത് കീറാതെ ശ്രദ്ധിക്കണം. ഈ വല അടുത്ത കൊല്ലം നമുക്ക് റീയൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സാധാരണഗതിയിൽ 4 മുതൽ 5 വർഷം വരെ ഒരു വല കീറാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. വലയിടുന്ന ഏജൻസികൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അവർ അവരുടെ സ്വന്തം ചിലവിൽ വല കൊണ്ടുവന്ന് ഇട്ടിട്ട് പഴുക്കുന്ന സമയത്ത് ഇത് വന്ന് പറിച്ച് അവരുടെ ചിലവിൽ തന്നെ പറിച്ച് കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ ഓരോ വർഷവും ഇതിന് ഓരോ റേറ്റാണ്. കഴിഞ്ഞ വർഷം 1 കിലോ റംബുട്ടാൻ വിറ്റാൽ 120 രൂപ വരെ നമുക്ക് വലയിടുന്നയാൾ തരുമായിരുന്നു. ഈ വർഷം റേറ്റ് അല്പം കുറഞ്ഞതിനാൽ 1 കിലോയ്ക്ക് 100 രൂപയാണ് കർഷകന് ലഭിക്കുന്നത്. റംബുട്ടാൻ്റെ ഗുണവും അതിൻ്റെ ഫലങ്ങളുടെ മധുരവും മുഴുപ്പും നിറവും ആശ്രയിച്ച് ഇതിന് വില വ്യത്യാസം വരാറുണ്ട്. ഇത് ഈ മരത്തിൻ്റെ വല ജോയിച്ചൻ തന്നെ വലിച്ച് തീർത്തിരിക്കുകയാണ്. ഒരു മരത്തിൻ്റെ വല വലിച്ചെടുക്കണാൽ നല്ല ബുദ്ധിമുട്ടുള്ളതാണ്. നല്ല സ്ട്രെയിനും ഉണ്ട്. ഏതാണ്ട് ഒരു 10 മിനിറ്റ് എങ്കിലും അധ്വാനിച്ചാലേ ഈ വല നമുക്ക് താഴെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വലകൾ മാറ്റിയതിന് ശേഷം അപ്പോൾ തന്നെ മാറ്റിയ മരങ്ങളുടെ ഹാർവെസ്റ്റിംഗ് നടത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ കിളികൾ വന്ന് റംബുട്ടാൻ ഭക്ഷിച്ചിട്ട് പോകും. നല്ല നിറമുള്ള റംബുട്ടാന് കിലോയ്ക്ക് വിദേശ മാർക്കറ്റുകളിൽ നല്ല ഡിമാൻഡാണ്. അതുപോലെ ബാംഗ്ലൂർ
മുതലായ സ്ഥലങ്ങളിൽ ഇതിന് 300 രൂപ വരെ കിലോയ്ക്ക് വില ലഭിക്കുന്നതാണ്. നല്ലപോലെ പഴുത്ത റംബുട്ടാൻ്റെ വെളിയിലുള്ള രോമം പോലുള്ള ഭാഗത്തിന് നല്ല കളറ്, ഡാർക്ക് കളർ വരുന്നതാണ്. ഞാനേതായാലും ഒരെണ്ണം ഭക്ഷിക്കാൻ പോവുകയാണ്. നല്ല മധുരമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ പൂഞ്ഞാർ കുര്യൻ. എൻ്റെ മറ്റു വീഡിയോസ് കാണാനായിട്ട് പൂഞ്ഞാർ കുര്യൻ എന്ന് സെർച്ച് ചെയ്താൽ മതി.